ഒരു സിനിമയിലൂടെ അതിൻ്റെ സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്ക് ഒരൊറ്റ ഷോട്ട് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആ സംവിധായകനെ ബ്രില്യൻ ഡയറക്ടർ എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ബ്രില്യൻ ഡയറക്ടറാണ് ജിത്തു ജോസഫ് എന്ന് നേര് എന്ന സിനിമയിലൂടെ അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഏത് ഷോട്ടാണ് അത് അല്ലെങ്കിൽ എപ്പോഴാണത് കാണിക്കുന്നതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയിലെ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ച ഈ സിനിമയിൽ വിസ്മയകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയണം. കാരണം ഒരു മൂവി റിവ്യൂ എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും നല്ല കാര്യമാണ് ആദ്യം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ച, യഥാർത്ഥത്തിൽ ഈ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനെയും വിസ്മയിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിക്ക് തൻ്റെ കരിയറിലെ ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ വ്യക്തി അതിഗംഭീരമായിട്ട് അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ഇതിനു മുമ്പ് നിരവധി സിനിമകളിൽ ഗംഭീരമായുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മലയാള സിനിമകളെ കൂടാതെ ബോളിവുഡ് സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുണ്ട് ഈ വ്യക്തി മറ്റാരുമല്ല, മലയാള സിനിമയിലെ പുത്തൻ താരോദയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന, മലയാള സിനിമയ്ക്ക് വാഗ്ദാനമായി മാറുന്ന അനശ്വര രാജൻ എന്ന നടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അനശ്വര രാജൻ്റെ ഗംഭീരമായ പ്രകടനത്തെ വാഴ്ത്താതെ ഒരു മൂവി റിവ്യൂവും നേരിനെ പറ്റിയിട്ട് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് വളരെ വിദഗ്ധമായിട്ടാണ് ഇതിലെ സാറ മുഹമ്മദ് എന്ന കഥാപാത്രത്തെ അനശ്വര രാജൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അനശ്വര രാജൻ എന്ന നടിയുടെ പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ വാഴ്ത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്പോയിലറായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ചോദിക്കും, അനശ്വര രാജൻ മാത്രമാണോ നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്? അപ്പോൾ ലാലേട്ടൻ്റെ പ്രകടനമോ? ലാലേട്ടൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചുരുങ്ങിയ സമയമൊന്നും പോരാ. അതുകൊണ്ട് ലാലേട്ടൻ്റെ പ്രകടനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണെന്ന് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ലാലേട്ടനോ അനശ്വര രാജനോ അല്ലെങ്കിൽ സിദ്ദീഖോ ജഗദീഷോ പ്രിയാമണിയോ ഒന്നുമല്ല. ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ഈ സിനിമയുടെ തിരക്കഥ തന്നെയാണ്. ജിത്തു ജോസഫ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയാണ്. തീർച്ചയായിട്ടും അത് ഇവിടെയും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ട്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ട്, എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് എല്ലാം തേടിയിട്ടാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ തിരക്കഥ രചിക്കുന്നതിന് വേണ്ടി ജിത്തു ജോസഫിനെ സഹായിച്ചിട്ടുള്ള ഈ സിനിമയിലെ നടി കൂടിയായിട്ടുള്ള ശാന്തി കൃഷ്ണയും ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ തിരക്കഥ എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ്. പക്ഷേ നേര് എന്ന സിനിമയുടെ തിരക്കഥയിൽ യാതൊരു കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഈ സിനിമയിൽ പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം കടന്നുകൂടിയിട്ട് അത് മറ്റൊന്നുമല്ല, അതിനാടകീയതയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന് നേരിൻ്റെ പോസ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിലെ ഡ്രാമ അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ച് അതിനാടകീയമായിട്ട് പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥാസന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇമോഷണൽ ഡ്രാമ തന്നെയാണത്. പക്ഷേ അതൊരു മെലോ ഡ്രാമ അല്ലെങ്കിൽ അധികമായി പോയി എന്ന് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു മെലോ ഡ്രാമയെ എക്സാഗ്രേറ്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും തക്കതായുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോശമാണ് എന്നല്ല, തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിഗംഭീരമായിരുന്നു. ഈ സിനിമയ്ക്ക് ഒരു ഫ്ലേവർ തന്നെ നൽകാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് സാധിച്ചു. ഇതിൻ്റെ കഥാസന്ദർഭങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥയുമായിട്ട് വളരെയധികം കെട്ടിണങ്ങി നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിന് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് ത്രില്ലിങ്ങോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷോട്ടിനോടൊപ്പം വന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ആത്മാവ് പോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നേര് എന്ന സിനിമ എങ്ങനെയാണ് മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേര് എന്ന സിനിമ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കോർട്ട് റൂം ഡ്രാമയാണെന്ന് പറയേണ്ടി വരും. കാരണം നേരിൽ കോർട്ട് റൂം ഡ്രാമ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട്, വളരെയധികം പഠനം നടത്തിയിട്ട്, വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതിലുള്ള ഓരോ കോർട്ട് റൂം രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ എന്ന നടനിൽ നിന്നും പ്രേക്ഷകർ അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം വരുന്ന മോഹൻലാൽ ഫാൻസ് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ജിത്തു ജോസഫ് സിനിമകളിലൂടെ ലഭിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ജിത്തു ജോസഫിൻ്റെ തിരക്കഥയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രകടനം എല്ലാം സേഫാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും മികച്ച വക്കീൽ വേഷം ഈ സിനിമയിലേതാണെന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രകടനം വക്കീലായിട്ടുള്ള പ്രകടനത്തേക്കാൾ കൂടുതൽ അദ്ദേഹം കോർട്ട് റൂമിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ കക്ഷിയുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അത് അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിലെ വിക്ടിമിനെ വക്കീൽ മീറ്റ് ചെയ്യുമ്പോൾ
ആ വിക്ടിമിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ആ വിക്ടിമിൻ്റെ യഥാർത്ഥ വികാരങ്ങൾ ആ വക്കീലിൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ശരിക്കും പറയാൻ ആ വിക്ടിമിനോട് നമുക്ക് തോന്നുന്ന ആ സഹതാപം, അല്ലെങ്കിൽ ആ വിക്ടിമിൻ എത്രമാത്രം പീഡനത്തിന് ഇരയായി എന്നുള്ളത് ആ വക്കീലിൻ്റെ റിയാക്ഷനിലൂടെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ്, അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ്, അത്രയ്ക്ക് ഡ്രമാറ്റിക് ആയിട്ടാണ്, അത്രയ്ക്ക് ഇമോഷണലായിട്ടാണ് ലാലേട്ടൻ ആ രംഗങ്ങളെല്ലാം അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷൻ അത് അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. കോർട്ട് റൂമിൽ കാണിക്കുന്ന വോയിസ് മോഡുലേഷനും അദ്ദേഹം അതിന് പുറത്ത് കാണിക്കുന്ന വോയിസ് മോഡുലേഷനും, പ്രത്യേകിച്ച് അദ്ദേഹം ഇരയാകപ്പെട്ട പെൺകുട്ടിയുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വോയിസ് മോഡുലേഷൻ, അതിൽ എന്തോ ഒരു ഇമോഷൻ ഉണ്ട്, എന്തോ ഒരു എന്താ പറയുക, അത് ലാലേട്ടന് മാത്രം പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ലാലേട്ടൻ്റെ പ്രകടനം, അല്ലെങ്കിൽ ഈ സിനിമയിലെ ലാലേട്ടൻ്റെ വക്കീൽ വേഷം ഒരിക്കലും നന്ദഗോപാൽ മാരാർ, അതായത് മമ്മൂക്ക അനശ്വരമാക്കിയിട്ടുള്ള നന്ദഗോപാൽ മാരാരെ പോലെയുള്ള ഒരു വക്കീൽ കഥാപാത്രമല്ല. പക്ഷേ മാരാരെ പോലെയുള്ള ഒരാൾ ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും. അതായത് അത് ഇൻട്രോ ഒക്കെ അങ്ങനെയാണ്. അതായത് ഡൽഹിയിൽ സുപ്രീം കോടതിയിലെ എക്സ്പേർട്ടായിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ പേര് കേട്ട പ്രഗത്ഭനായ വക്കീലായിട്ട് ഈ സിനിമയിൽ വന്ന് സിദ്ദീഖ് അവതരിപ്പിക്കുന്ന ഡിഫൻഡറായിട്ടുള്ള വക്കീൽ വേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വക്കീൽ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കോർട്ട് റൂമിൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ അദ്ദേഹമാണ് ശരിക്കും ഈ സിനിമയിലെ വില്ലൻ എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വളരെയധികം എന്താ പറയുക, അദ്ദേഹത്തോട് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഥാപാത്രം അങ്ങനെയാണ് വേണ്ടത് എന്നാണ് സംവിധായകൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അധികം വെറുത്തു പോയിട്ടുള്ള, ഏറ്റവും നീചനാണ് ഈ വക്കീലെന്ന് നമ്മൾ തോന്നിപ്പോയിട്ടുള്ളത് അനശ്വരരാജനും ക്ലൈമാക്സിനോടനുബന്ധിച്ച് അനശ്വരരാജൻ്റെ മുമ്പിൽ സിദ്ദീഖിൻ്റെ കഥാപാത്രം വന്നിരിക്കുന്ന സമയത്ത് എത്ര നീചനാണ് അയാളെന്ന് തോന്നുന്ന രീതിയിൽ. അതുപോലെ തന്നെ ജഗദീഷിൻ്റെ അഭിനയത്തെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ പ്രിയാമണിയുടെ അഭിനയം മോശമൊന്നുമല്ല, പക്ഷേ എവിടെയോ എന്തോ ഒരു പിഴവ് പറ്റിയ പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് പ്രിയാമണിയുടെ ഒരു വോയിസ് ഡെലിവറി, ഐ തിങ്ക് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായനെ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അഭിനയമൊന്നും മോശമായിരുന്നു എങ്കിൽ കൂടിയും എവിടെയോ എന്തൊക്കെയോ പിഴവുകൾ ഉള്ളതുപോലെ തോന്നിപ്പോകുന്നു. അതുപോലെ തന്നെ പ്രിയാമണി മോഹൻലാലിൻ്റെ പഴയ കാമുകിയായിട്ടാണ് ഈ സിനിമയിൽ. അവരുടെ ബാക്ക് സ്റ്റോറി അങ്ങനെയാണ്, പക്ഷേ ആ ബാക്ക് സ്റ്റോറി ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അവർ വളരെ നാൾക്ക് ശേഷം കാണുമ്പോഴും അവർ തമ്മിൽ പണ്ട് പ്രണയത്തിലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള യാതൊരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. അതിലൊട്ടും ഇമോഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രാമയൊന്നും ഒരു സീനിലും ഉണ്ടായിരുന്നില്ല. അത് ഒരു പക്ഷേ സംവിധായകൻ അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാവാം. പക്ഷേ അത് ഒരു എന്താ പറയുക, ബിലീവബിളായിട്ട് തോന്നിയില്ല അവർ. അപ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമയാണ്. നേര് എന്ന സിനിമ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണെന്നോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ സിനിമ കൊണ്ട് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഇതിലെ അനശ്വരരാജനാണ്. ഈ അനശ്വരരാജൻ്റെ കഥാപാത്രം അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ വില്ലൻ വേഷത്തിൽ വന്നിട്ടുള്ള ശങ്കർ ഇന്ദുചൂടൻ എന്ന നടൻ, അവനും ആക്ച്വലി എൻ്റെ ഫേസ്ബുക്കിലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് അവനൊന്ന് വിളിച്ചു പോയതാണ്. തീർച്ചയായിട്ടും ആ ഒരു നടൻ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ശങ്കർ ഇന്ദുചൂടന് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച വേഷം തന്നെയാണ് ഒരുപക്ഷെ ദൃശ്യം എന്ന സിനിമയിലൂടെ റോഷൻ എന്ന നടന് ലഭിച്ചിട്ടുള്ള ആ ഒരു ഹൈപ്പ് ശങ്കർ ഇന്ദുചൂടനും കൂടി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ സിനിമ കൊണ്ട് സംവിധായകൻ ഉദ്ദേശിച്ച എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും സിനിമ കാണുന്ന പ്രേക്ഷകരുടെ കയ്യടിയിൽ തന്നെ ഉണ്ട്. സിനിമയിലെ ഓരോ ഡയലോഗുകളും ചില സിറ്റുവേഷനും ചില ഷോട്ടുകളും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷോട്ട്, അത് തീർച്ചയായിട്ടും ഇതിൻ്റെ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം അതിലെ ഇരയായ പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ അതിജീവത എന്ന് ഈ സിനിമയിൽ ആ ഷോട്ടിലൂടെ പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ തളർന്നിരിക്കുക, നമ്മൾക്ക് വരുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മൾ ഒരു വിക്ടിമായി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ നമ്മൾ യഥാർത്ഥത്തിൽ അതിനോട് പോരാടി അതിനെ അതിജീവിച്ച് സധൈര്യം തല ഉയർത്തി നടക്കണം എന്ന് ആ ഒരു ഷോട്ടിലൂടെ ആ പെൺകുട്ടി ആ ഷോളെല്ലാം അഴിച്ചു മാറ്റി തല ഉയർത്തി മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ നീങ്ങുന്നത് വളരെ നല്ല കയ്യടി അറിയിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. പ്രേക്ഷകർ കയ്യടിക്കുമായിരുന്നു ആ ഒരു ഷോട്ട് കാണുമ്പോൾ. അതുപോലെ തന്നെ ഇതുപോലെ പല ഡയലോഗും ലാലേട്ടൻ്റെ കോർട്ട് റൂമിലെ ചില ഡയലോഗുകൾക്ക് ഭയങ്കരമായിട്ടുള്ള കയ്യടിയായിരുന്നു തിയേറ്ററിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്ന സിനിമ തന്നെയാണ്. നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. അത്രയ്ക്ക് നല്ല സിനിമ തന്നെയാണ്. പക്ഷേ ഇതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഞാൻ കണ്ടിട്ടുള്ള സിനിമ എൻ്റെ ഒബ്സർവേഷനിൽ ഉള്ളൊരു വിലയിരുത്തൽ മാത്രമാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക.
നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതും ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആവശ്യക്കുന്നു, ഇഷ്ടപ്പെടാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.